അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, നാം ഓരോരുത്തരും പ്രാർത്ഥനയോടെയും പ്രതീക്ഷയോടും കൂടിയിരുന്ന പരിശുദ്ധ റമദാൻ ഷരീഫ് നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഇന്നത്തെ അസ്തമയത്തോടുകൂടെ വിശുദ്ധ റമദാൻ ഷരീഫിൻ്റെ വിശുദ്ധിയിലേക്ക് നാം കടക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ രാവ് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത്തെ രാവിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. നാം അറിയാത്ത പല അത്ഭുതങ്ങളും നടക്കുന്നുണ്ട് ലോകത്ത്. അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഹബ്ബത്തിർ റീഹു മിൻ തഹ്തിൽ അർശ്. അർശിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് ഒരു കാറ്റടിച്ച് വീശുന്നുണ്ട്. യുഖാലു ലഹ അൽ മുസീറ. മുസീറത്ത് എന്നാണ് ഇതിന് പറയപ്പെടുന്നത്. അർശിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് പ്രത്യേകമായൊരു കാറ്റ് വീശുന്നതാണ്. റമദാൻ ഷരീഫിൻ്റെ ഒന്നിൻ്റെ രാവിൽ മാത്രം ഉള്ളതാണ്. ആ കാറ്റിൻ്റെ പേര് അൽ മുസീറത്ത് എന്നാണ്. മുസീറത്ത് എന്ന് പറഞ്ഞാൽ സ്വർഗവും എല്ലാം വാനലോകം മുഴുവനും എന്ത് ചെയ്യുന്നു, വ്യാപിപ്പിക്കുന്ന കാറ്റ് എന്നാണ്. അതുതന്നെയാണ് മുസീറത്ത് എന്ന് പറയുന്നത്. സ്വർഗത്തിലേക്ക് ഈ കാറ്റ് ചെല്ലുന്ന സമയത്ത് സ്വർഗത്തിലെ വൃക്ഷത്തിൻ്റെ ഇലകൾ ചലിക്കുകയും പ്രത്യേകമായൊരു ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്യും. ആ സമയത്ത് സ്വർഗവാസികൾ, ഹൂറുല്ലീൻ അടക്കമുള്ള സ്വർഗവാസികൾ റിദ്വാൻ അലൈഹിസ്സലാമിനോട് ചോദിക്കും, എന്താണ് ഇന്നത്തെ പ്രത്യേകത? അപ്പോൾ റിദ്വാൻ അലൈഹിസ്സലാം അവർക്ക് കൊടുക്കുന്ന മറുപടി, ഹാദിഹി അവ്വലു ലൈലത്തിൻ മിൻ റമളാൻ. ഇത് റമദാൻ ഷരീഫിൻ്റെ ആദ്യത്തെ രാവാണ്. ഇത് റമദാൻ ഷരീഫിൻ്റെ ആദ്യത്തെ രാവാണ് എന്ന് അവരോട് അറിയിക്കപ്പെടുമ്പോൾ ബഹുമാനികളെ, സ്വർഗവാസികൾ സന്തോഷിക്കുന്നു. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം റമദാൻ ഷരീഫിൻ്റെ ഒന്നാമത്തെ രാവിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് നമ്മളാണ്. റമദാൻ ആയല്ലോ, ഇനി നോമ്പെടുക്കണമല്ലോ, തറാവീഹ് നിസ്കരിക്കണമല്ലോ, പോക്കറ്റ് കാലിയാകുമല്ലോ, അങ്ങനെയൊക്കെ ഓർത്തിട്ട് മനസ്സിൽ ഒരു രീതിയിലുള്ള വിഷമവും ഉണ്ടാകാൻ പാടില്ല. വലിയ സന്തോഷമാണ്, സന്തോഷത്തോടുകൂടെയാണ് വിശുദ്ധ റമദാൻ ഷരീഫിൻ്റെ ആദ്യത്തെ രാവിനെ നാം സ്വീകരിക്കേണ്ടത്. മാത്രമല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തിൻ്റെ ഒരു നോട്ടവും ഉണ്ട്. അത് കിട്ടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാൻ ഷരീഫ് കൊണ്ട് വിജയിക്കുന്നവരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിലും ബന്ധപ്പെട്ടവരിലും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരിലുമുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അള്ളാഹു സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.